ക്രൂശിൽ അവൻ മൊഴിഞ്ഞതായിരിക്കുന്ന വാക്കുകൾ ഇന്ന് ലോകത്തിൽ പ്രകമ്പനം കൊള്ളുകയാണ്. The greatest of all those word is one that stands out. ആ വാക്കുകളിൽ ഒന്ന് ഇന്നും പ്രധാനമായിട്ട് നിലകൊള്ളുന്നു. When he died for your sins and my sins, എന്റെയും നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ, when he was hung on the cross there, അവൻ ക്രൂശിൽ അവൻ തൂങ്ങിക്കിടക്കുമ്പോൾ, even the sun stopped shining for a while. സൂര്യൻ ഇരുണ്ടുപോയ സന്ദർഭം, it was 3 hours of darkness, 3 മണിക്കൂർ അന്ധകാരം. and it is there and then that we have heard the voice. അവിടെ ആ ശബ്ദം നമ്മൾ കേൾക്കുന്നു. Eloi, Eloi, lama sabachthani. എലോഹി എലോഹി ലമ്മാ ശബക്താനി. My God, why hast thou forsaken me? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? If you are a student of the Bible, നിങ്ങൾ ദൈവവചന പഠിതാവാണെങ്കിൽ take time out for those 7 phrases that he spoke on the cross. കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവ് മൊഴിഞ്ഞ ആ 7 പ്രസ്താവനകൾ പഠിക്കുക. And you will be shocked to know this. നിങ്ങൾ ഈ കാര്യം കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപരന്തരായിത്തീരും. This is the only phrase when he cried out and said, my God, my God. ഈ ഒരു കാര്യത്തിൽ മാത്രമേ കർത്താവ് കരഞ്ഞുള്ളൂ, എന്റെ ദൈവമേ. He was beloved son of the Father. അവൻ ദൈവത്തിന്റെ പ്രിയപുത്രനായിരുന്നു. Before all this he could call him, address him as Father, Father, Father. മറ്റെല്ലാ സന്ദർഭങ്ങളിലും അവൻ ദൈവത്തെ വിളിച്ചത് പിതാവേ പിതാവേ എന്നാണ്. But this is the only time when he said to him, my God. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ മാത്രം അവൻ വിളിക്കുന്നത് എന്റെ ദൈവമേ എന്നാണ്. What do you mean by that? എന്താണ് അതിന്റെ അർത്ഥം? Beloved, for your sake and my sake, the Son, the only begotten Son of the Father, was forsaken on the cross of Calvary. ഈ ഒരു സന്ദർഭത്തിൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. He was separated for a while from the Father. പിതാവിൽ നിന്ന് ഒരല്പസമയത്തേക്ക് അവൻ വേർപെടുകയുണ്ടായി. Father turned his face for a while from his Son. തന്റെ പുത്രനെന്ന് പിതാവ് അല്പസമയത്തേക്ക് തന്റെ മുഖം തിരിച്ചു കളഞ്ഞു. Son understood that on the cross of Calvary. കാൽവറിയിലെ ക്രൂശിൽ പുത്രൻ അത് മനസ്സിലാക്കി. And then he said, my God, my God. എന്നിട്ട് പുത്രൻ നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ എന്റെ ദൈവമേ. Before all this he was calling him my Father, my Father. എന്നാൽ അതിനു മുമ്പ് താൻ നിലവിളിച്ചത് എന്റെ പിതാവേ എന്നാണ്. Just after this again he called my Father. അതിനുശേഷവും താൻ നിലവിളിച്ചപ്പോൾ എന്റെ പിതാവേ എന്ന് നിലവിളിക്കുന്നു. But in between this 3 hours of time on the cross of Calvary, കാൽവറിയിലെ ക്രൂശിലെ ഈ 3 മണിക്കൂറുകളിൽ അതിന്റെ മധ്യത്തിൽ the only begotten of the Father was separated for your sake and my sake. എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ അല്പസമയത്തേക്ക് ഉപേക്ഷിച്ചു. God cannot tolerate sin. ദൈവത്തിന്റെ പാപത്തെ സഹിക്കുവാൻ കഴിയുകയില്ല. God loves sinner. ദൈവം പാപികളെ സ്നേഹിക്കുന്നു, but he hates sin. എന്നാൽ പാപത്തെ വെറുക്കുന്നു. That's why he sent his only begotten Son. അതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. Who died for your sin and my sin on the cross of Calvary. അവൻ എനിക്ക് എന്റെയും നിങ്ങളുടെ പാപത്തിന് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. Beloved, he was forsaken for a while. അവൻ കുറച്ചു സമയത്തേക്ക് പിതാവിനാൽ അവൻ കൈവിടപ്പെട്ടവനായി. That anybody who trusts in the name of the Lord Jesus Christ, ഏതൊരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ, this kind of faith that we are talking, ഈ തരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. a touch of faith, ആ വിശ്വാസത്തിന്റെ സ്പർശനം, a faith in action, വിശ്വാസം പ്രവൃത്തിയിൽ, a different kind of touch, വ്യത്യസ്തമായ ഒരു സ്പർശനം, coming to the Lamb of God, ആ ദൈവകുഞ്ഞാടിന്റെ അടുക്കലേക്ക് വരിക, accepting self's helplessness and hopelessness, നമ്മുടെ നിസ്സഹായ അവസ്ഥയും ആശയറ്റ അവസ്ഥയും മുമ്പാകെ സമ്മതിക്കുക, believing him only to be the sacrifice for my sins. അവനാണ് എന്റെ പാപത്തിനു വേണ്ടി യാഗമായി തീർന്നു സമ്മതിക്കുക. He became a sin offering and burnt offering for my sake. എന്റെ പാപത്തിനു വേണ്ടി അവൻ എനിക്ക് വേണ്ടി പാപയാഗമായി ഹോമയാഗമായി തീർന്നു. Even today, if you come with this faith to him, ഇന്നും ആ വിശ്വാസത്താൽ അവന്റെ അരികിലേക്ക് വരുന്നുവെങ്കിൽ, this will be the thing that will be passed on to you also. ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിലും അത് യാഥാർത്ഥ്യമായിട്ട് ഭവിക്കും. He shall cleanse you from all your sin. നിങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും അവൻ നിങ്ങളെ രക്ഷിക്കും. Not only the reason of this topic, ഈ വിഷയത്തിന്റെ കാരണം മാത്രമല്ല, not only the remedy that we saw here, അവിടെ അതിന് പരിഹാരം നമ്മൾ കണ്ടു കഴിഞ്ഞു. thirdly, we would like to consider for a while the result out of it. മൂന്നാമതായിട്ട് അതിന്റെ ഫലം കൂടെ ഞാൻ പറയാൻ What ആഗ്രഹിക്കുകയാണ്. is the result there? എന്താണ് അതിന്റെ ഫലം? You say you have believed in the Lord Jesus. നിങ്ങൾ പറയുന്നു നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചു എന്ന്. You say you have touched him. നിങ്ങൾ പറയുന്നു ഞങ്ങൾ അവനെ തൊട്ടവരാണ്. Praise God for those of you who have touched the Lord Jesus Christ. കർത്താവിനെ തൊട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But the question comes now, എന്നാൽ ഇവിടെ ഇതാ ചോദ്യം വരുന്നു, if that touch in the Lord to the Lord Jesus Christ has brought the same result in your life, എന്നാൽ കർത്താവിനെ തൊട്ടതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? what was the result in her life? എന്തായിരുന്നു ഈ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ ഫലം? Verse 44, the first result we read. 44 വാക്യത്തിൽ നാം അതിന്റെ ആദ്യത്തെ ഫലം കാണുന്നു. The moment she touched the Lord Jesus Christ, ഈ സ്ത്രീ കർത്താവിനെ തൊട്ടപ്പോൾ Bible says the issue of her blood was stanched. അവളുടെ രക്തസ്രാവം നിന്നുപോയി എന്നാണ്. It dried up.
അത് നിന്നുപോയി. No more flow of blood in her body. അതിനുശേഷം ആ അസുഖം അവൾക്കുണ്ടായതേയില്ല. If you have believed in the Lord Jesus Christ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, if you have touched him, beloved, നമ്മൾ അവനെ തൊട്ടപ്പോൾ, has the issue really dried up in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവോ? Or is there still pride in you? ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടോ? Still backbiting? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ദുഷ്പ്രവൃത്തിയുണ്ടോ? Still envying? നിങ്ങൾ അസൂയുണ്ടോ? Still murmuring? പെരുവിരുപ്പുണ്ടോ? And still fornications and adulteries? പരസംഗവും വ്യഭിചാരവും ഇപ്പോഴുമുണ്ടോ? And all those things that we talked about. നാം പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? Have the issue in your life stands or still leaking out? ഈ ജഡത്തിന്റെ സ്രവം നിന്നോ അതോ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നോ? Then your touch is a doubtful touch. അങ്ങനെയാണെങ്കിൽ അവനെ തൊട്ടത് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. First, her issue was stanched there. ഒന്നാമതായിട്ട് അവളുടെ രക്തസ്രവം നിന്നുപോയി. Has the issue in your life stanched today? നിങ്ങളുടെ ജഡത്തിന്റെ സ്രവം അത് നിൽക്കേണ്ടിയിരിക്കുന്നു. Look at verse 47. 47-ാം വാക്യം ശ്രദ്ധിക്കുക. And she came trembling and falling down before him. അവൾ വിറച്ചുകൊണ്ട് കർത്താവിന്റെ മുമ്പിലേക്ക് വരികയാണ്. This faith in the Lord Jesus Christ ആ യേശുക്രിസ്തുവിന്റെ വിശ്വാസം made her to tremble before him. അവന്റെ മുമ്പാകെ അവളെ വിറപ്പിക്കുകയാണ്. If you have touched the Lord Jesus, നാം കർത്താവിനെ തൊട്ടുവെങ്കിൽ, is there a awe and reverence in your life towards him? അവനോടുള്ള ബഹുമാനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? Is that respect towards the Lord Jesus Christ today in your life? അവനോടുള്ളതായിരിക്കുന്ന ആദരവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? She was trembling in the presence of the Lord. കർത്താവിന്റെ ആ മുമ്പിൽ അവൾ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. The third result we find there. മൂന്നാമത്തെ ഫലം നാം കാണുന്നു. She fell down on her face. അവന്റെ പാദത്തിൽ അവൾ വീഴുകയാണ്. And she was worshipping him. അവനെ ആരാധിക്കുകയാണ്. When was it last that you fell down at the feet of the Lord and worshipped him truly? നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമായി ദൈവമുമ്പാകെ വീണ് അവനെ ആരാധിച്ചപ്പോഴാണ്. Look at the fourth one. നാലാമത്തെ കാര്യം. When the Lord asked, who touched me? കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ? She came trembling. അവൾ വിറച്ചു. She came falling down. അവൾ അവനെ മുമ്പാകെ വീണു. And before all the people, എല്ലാവരുടെയും മുമ്പാകെ she testified why she touched him and how she became whole. എങ്ങനെയാണ് അവൾക്ക് സൗഖ്യമായത് എന്നുള്ളത് അവൾ പ്രസ്താവിക്കുകയാണ്. Beloved, her issue was stanched. അവളുടെ ആ രക്തസ്രവം നിന്നപ്പോൾ she was in awe and reverence towards the Lord. കർത്താവിനോടുള്ള ബഹുമാനം അവൾക്കുണ്ട്. She was worshipping the Lord. കർത്താവിനെ ആരാധിക്കുകയാണ്. But then she was also a witness for the Lord. കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. She is telling how she got healed. എങ്ങനെയാണ് അവൾക്ക് സൗഖ്യം വന്നതെന്ന് പറയുന്നു. She is not afraid of anybody. അവൾ ആരെയും ഭയപ്പെടുന്നില്ല. And then what happened, the result of that? അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? Verse 48 we read. 48-ാം വാക്യത്തിൽ വായിക്കുന്നത്, after a long time, അനേകം നാളുകൾക്ക് ശേഷം, nobody called her politely and lovingly. അവളെ സ്നേഹത്തോടുകൂടെ ആരും വിളിച്ചിട്ടില്ല. But then after a long time she heard that word. അനേകം നാളുകൾക്ക് ശേഷം ആ ഇമ്പകരമായ ശബ്ദം കേൾക്കുന്നു. Daughter, എന്റെ മകളെ, daughter, എന്റെ മകളെ, daughter, എന്റെ മകളെ, you become son and daughter of the Lord Jesus. നിങ്ങൾ ദൈവത്തിന്റെ മകനും മകളുമായി തീരുന്നു. By faith in the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ. What a soothing word it was for her. ഓ, അത് അവളെ സംബന്ധിച്ചിടത്തോളം എത്ര ആശ്വസിപ്പിക്കുന്ന വാക്കായിരുന്നു. The Lord said, be of good comfort. കർത്താവ് പറഞ്ഞു, ആശ്വാസം കൈക്കൊള്ളുക. Thy faith has made thee whole. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Go in peace. സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. Her life was totally changed. അവളുടെ ജീവിതം പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു. She was completely healed. അവൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു. If there is anybody who has not touched the Lord Jesus Christ, ഇതുവരെയും കർത്താവിനെ തൊട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, come today. He is able to heal you and save you. ഇന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ അവൻ കഴിവുള്ളവനാണ്. He is the only one who can save you. അവന് മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയൂ. But if you are a child of God, നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, and still having the issues of flesh, ജഡത്തിന്റെ ശ്രമം ഇപ്പോഴും ഉണ്ടെങ്കിൽ, beloved, stop it. അത് നിർത്തുക. Come with a different touch to the Lord Jesus. ഒരു വ്യത്യസ്തമായ ഒരു സ്പർശനമുള്ളവരായി തീരുക. Oh, let this results be seen in your life and my life. ഈ ഫലം എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. Let there be a great revival among the brethren today. ബ്രദറൻ ജീവിതത്തില് ഒരു വലിയ ഉണർവുണ്ടാകട്ടെ. Let our worship and our witness for the Lord be a great reviving thing for us. നമ്മുടെ ആരാധനയും നമ്മുടെ സാക്ഷ്യവും ഒരു ഉണർവിന് മുഖാന്തരമായി തീരട്ടെ. That we may be really known as the people of God. നാം ദൈവത്തിന്റെ ജനമെന്ന് വാസ്തവമായി അറിയട്ടെ. Healed by the touch of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ സൗഖ്യമാക്കുന്ന സ്പർശനം. This is what it meant for her. ഇതാണ് അവളോടുള്ള ബന്ധത്തിൽ സംഭവിച്ചത്. This is what can mean for you and me. ഇത് എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കാം. It is with prayer that I stop now. പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തട്ടെ. That the comfort of the Lord and the peace of the Lord be with the people of God all the days of their life. കർത്താവിന്റെ ആശ്വാസവും സമാധാനവും ദൈവജനത്തോടുകൂടെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. May the Lord bless the reading of His holy word to your heart and my heart. ഈ ധ്യാനിച്ച ദൈവവചന ഭാഗം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീരട്ടെ.